ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു പഴയ റൂം നമ്മൾ എന്തുകൊണ്ട് വിടുന്നു എന്നതിൻ്റെ റീസൺ ഞാൻ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഉള്ള സമയത്തിൽ ഞാൻ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. മാറാനുള്ള കാരണം നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ചതാണ് എ സിയുടെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ ചൂടാകുമ്പോൾ എല്ലാവർക്കും എ സിക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കയറിയ സമയത്ത് തന്നെ കമ്പനി മെയിൻ്റെനൻസ് ആളെ തരുമോ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എ സി എല്ലാം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് എ സിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചാൽ നമ്മൾ ഇവിടെ വരുന്നു, സർവീസിന് ആളെ വയ്ക്കുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ചൂടായതുകൊണ്ട് ഈ 2 മാസമായിട്ട് ഇവിടെ എ സിക്ക് പ്രശ്നമാണ്. അത് നമ്മൾ 3 തവണ ഇവിടെ എ സിയിലാണ് കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ 1 വീക്കായിട്ടും നമ്മൾ ചൂടത്താണ് കിടന്നുറങ്ങുന്നത്. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ തന്നപ്പം ഈ ബിൽഡിങ്ങിന് എ സി ഇല്ല, നമുക്ക് ഈ ബിൽഡിങ്ങിന് എ സി ഇല്ല, നമ്മൾ പിന്നെ ജസ്റ്റ് എ സി എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എ സിക്ക് തോന്നിയാണെങ്കിൽ നിങ്ങൾ ആളെ വിളിച്ചിട്ട് നിങ്ങൾ നന്നാക്കിച്ച് നിങ്ങൾ തന്നെ ക്യാഷ് കൊടുക്കുന്നു. അതിലെനിക്ക് ഇത് തോന്നില്ല. കാരണം നമ്മളിവിടെ റൂമിൽ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് കറണ്ടിനും വെള്ളത്തിനും വൈഫൈക്ക് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ മാസത്തിൽ 2, 3, 4 തവണ കംപ്ലൈൻറ്റ് ആവുന്ന ഈ എ സി നമ്മളങ്ങനെ നന്നാക്കിയാൽ നമുക്കങ്ങനെ മുതലാവും. അപ്പം നമ്മൾ ലാസ്റ്റ് തീരുമാനം എടുത്ത് റൂം വേണ്ട, റൂം നമുക്ക് വെക്കേറ്റ് ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം ഇവിടെ വിടാൻ കാരണം. ഇനി അടുത്ത റൂം അതിലോട്ടുള്ളത് 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതിയാണ് മാറി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത റൂമൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു കേട്ടോ, നമുക്ക് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ എ സിയുടെ ഇത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരികയാണ്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ എ സിയുടെ ഇത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ എ സിയുടെ അവസ്ഥ. അതെല്ലാം പൊളിച്ച് വെച്ചേക്കാണ്, വർക്കാവില്ല. അത് ഓണാക്കി കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം മഴ പെയ്യുമ്പോഴാണ് വെള്ളം വരിക. അടുത്ത് ഐസായിട്ട് പോലെ പിടിച്ചിരിക്കുന്നത്. ബാക്കി അതിൻ്റെ ഫ്രണ്ടായി എ സിയുടെ പൊളിച്ച് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങൾ വരുന്നത് ഇങ്ങനെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എ സിയുടെ അവസ്ഥ. നിങ്ങളെല്ലാം കണ്ടില്ലേ? അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ദുബായ് ഇവിടെ UAE എ സി ഇല്ലാത്ത ബിൽഡിംഗ് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ബൈ, സീ യു.